മേനോത്ത് തറവാട്ടിലെ ആഡംബരം നിറഞ്ഞ വലിയ ഹാളിന്റെ ജനാലപ്പടിയിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ അജ്ഞനയുടെ മനസ്സിൽ ഒരു ശ്മശാനം പോലെ ശൂന്യമായിരുന്നു. ആകാശത്ത് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നുണ്ട്. അവളുടെ ജീവിതത്തെ പോലെ തന്നെ തേക്ക് തടിയിൽ തീർത്ത വില കൂടിയ ഫർണിച്ചറുകൾ, വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്ത ക്രിസ്റ്റൽ ലൈറ്റുകൾ, ചുവരുകളിൽ പ്രശസ്തരായ ചിത്രകാരന്മാർ വരച്ച പെയിന്റിങ്ങുകൾ. കാണുന്നവർക്കതൊരു കൊട്ടാരമാണ്. പക്ഷേ ആ കൊട്ടാരത്തിലെ ഏറ്റവും വലിയ ശാപവും അനാഥയും താനാണെന്ന് അഞ്ജനയ്ക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആ വീട്ടിലെ കോടികളുടെ ആഡംബരങ്ങൾക്കിടയിലും അവൾ ഒരു ജീവനില്ലാത്ത കൽപ്രതിമ പോലെയാണ് ജീവിച്ചിരുന്നത്. ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ അധിപനായ മാധവ മേനോൻ്റെയും ലതയുടെയും മൂത്ത മകളാണവൾ. പക്ഷെ ജനിച്ച നാൾ മുതൽ അഞ്ജനയ്ക്ക് അവിടെ അവഗണനയും നിശബ്ദതയും മാത്രമാണ് വിധി കാത്തുവെച്ചത്. അച്ഛൻ മാധവ മേനോനും അമ്മ ലതയും തമ്മിൽ വലിയ പ്രണയമായിരുന്നു. കോളേജ് കാലം തൊട്ടുള്ള അവരുടെ സ്നേഹം ഇന്നുമൊട്ടും കുറഞ്ഞിട്ടില്ല. പരസ്പരം ജീവനായ അവർ തങ്ങളുടെ ലോകത്തു മാത്രമാണ് ജീവിച്ചിരുന്നത്. എന്നാൽ ആ സ്നേഹത്തിൻ്റെ ഒരു ചെറിയ അംശം പോലും സ്വന്തം മൂത്ത മകൾക്ക് കൊടുക്കാൻ അവർ തയ്യാറായിരുന്നില്ല. മക്കളെ സ്നേഹിക്കാൻ ഇത്രയധികം പിശുക്ക് കാണിക്കുന്ന മാതാപിതാക്കൾ വേറെ കാണില്ലെന്ന് അഞ്ജന പലപ്പോഴും സ്വയം ചിന്തിച്ച് കരഞ്ഞിട്ടുണ്ട്. പരസ്പരം ജീവനായ ഇവർക്ക് ആദ്യമൊക്കെ മക്കൾ എന്നതൊരു ബാധ്യത പോലെയായിരുന്നു. എന്നാൽ ആ ചിന്താഗതി പൂർണ്ണമായും മാറിയത് അഞ്ജനയ്ക്ക് 8 വയസ്സുള്ളപ്പോൾ ഒരു അനിയത്തി ജനിച്ചപ്പോഴാണ്. ആതിര ലതയുടെ അതേ വെളുത്ത നിറവും അതേ മൂക്കും കണ്ണുകളുമുള്ള സുന്ദരിയായ കുട്ടി. വെളുത്തു തുടുത്ത കുഞ്ഞിനെ ആദ്യമായി കയ്യിലെടുത്തപ്പോൾ മാധവ മേനോന്റെ ഉള്ളിലെ അച്ഛൻ ഉണർന്നു. തനിക്ക് അത്രയേറെ പ്രിയപ്പെട്ട ഭാര്യയുടെ അതേ രൂപസാദൃശ്യമുള്ള ഇളയ മകളെ മാധവ മേനോൻ നെഞ്ചോട് ചേർത്തു. ലതയ്ക്കും ആതിര ജീവനായിരുന്നു. അതോടെ അഞ്ജന ആ വീട്ടിൽ പൂർണ്ണമായും ഒറ്റപ്പെട്ടു. കറുത്ത നിറവും ഒതുങ്ങിയ സ്വഭാവവുമുള്ള അഞ്ജനയെ അവർക്ക് പതുക്കെ പതുക്കെ ഇഷ്ടമല്ലാതായി മാറി. ഇളയ മകളെ നെഞ്ചോട് ചേർത്ത് അവർ സ്നേഹം ചൊരിയുമ്പോൾ അഞ്ജനയുടെ സാന്നിധ്യം പോലും അവർക്ക് ഒരലോസരമായി മാറി. താൻ ജനിച്ചതാണോ താൻ ചെയ്ത തെറ്റെന്ന് അഞ്ജന കണ്ണാടിക്ക് മുന്നിൽ നിന്നുകൊണ്ട് മണിക്കൂറുകളോളം കരഞ്ഞുകൊണ്ട് ആലോചിച്ചിട്ടുണ്ട്. ഒരു ദിവസം രാവിലെ ചായമേശയ്ക്ക് ചുറ്റും എല്ലാവരും ഇരിക്കുകയായിരുന്നു. ആതിര അച്ഛൻ്റെ മടിയിലിരുന്ന് കൊഞ്ചുന്നുണ്ട്. അവൾ ചോദിക്കുന്നതെല്ലാം വാങ്ങി നൽകാൻ മാധവ മേനോൻ മത്സരിക്കുകയായിരുന്നു. അഞ്ജന ഒന്നും മിണ്ടിയില്ല. തല താഴ്ത്തി തൻ്റെ പ്ലേറ്റിലേക്ക് നോക്കി അവൾ ആഹാരം കഴിക്കാനായി ശ്രമിച്ചു. തൊണ്ടയിൽ ഒരു കട്ട പോലെ സങ്കടം വന്ന് തടഞ്ഞു നിന്നു. അച്ഛൻ മാധവ മേനോൻ ആതിരയ്ക്ക് പുതിയ വസ്ത്രങ്ങളും വലിയ സമ്മാനങ്ങളും വാങ്ങി നൽകുമ്പോൾ അഞ്ജന ഒരു കോണിൽ മാറി നിന്ന് അത് നോക്കിക്കാണും. തനിക്ക് സ്നേഹം തരാൻ പിശുക്ക് കാട്ടുന്ന മാതാപിതാക്കളുടെ മുന്നിൽ അവൾ കരച്ചിലടക്കി നിന്നു. തനിക്കും ഒരു നല്ല വാക്ക് കേൾക്കാൻ കൊതിയുണ്ടെന്ന് അവരോട് വിളിച്ചു പറയാൻ അവൾ ആഗ്രഹിച്ചു. പക്ഷെ ഭയവും ഒപ്പം തൻ്റെ മാതാപിതാക്കളോടുള്ള ബഹുമാനവും അവളെ തടഞ്ഞു. വീട്ടിലെ ഈ നരകതുല്യമായ അന്തരീക്ഷത്തിൽ നിന്നും അവൾക്ക് ആകെയുള്ളൊരാശ്വാസം അവളുടെ കോളേജ് ജീവിതമായിരുന്നു. ഈ വലിയ ശൂന്യതയിലേക്കാണ് സിദ്ധാർത്ഥ് എന്ന ചെറുപ്പക്കാരൻ കടന്നു വരുന്നത്. സിദ്ധാർത്ഥ് അവളുടെ കോളേജിലെ ഫൈനൽ ഇയർ വിദ്യാർത്ഥിയായിരുന്നു. സാധാരണ ഒരു ഇടത്തര കുടുംബത്തിലെ അംഗമായ അവൻ ക്യാമ്പസിലെ എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു. ഊർജ്ജസ്വലനായ എപ്പോഴും ചിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. കോളേജ് ഇടനാഴിയിലൂടെ ആരുമായും സംസാരിക്കാതെ എപ്പോഴും വിഷാദം നിറഞ്ഞ മുഖത്തോടെ പുസ്തകങ്ങളും നെഞ്ചോട് ചേർത്ത് നടന്നു പോകുന്ന അഞ്ജന അവനൊരു കൗതുകമായിരുന്നു. പതുക്കെ പതുക്കെ ആ കൗതുകം ഒരു പ്രത്യേക ശ്രദ്ധയായി മാറി. അഞ്ജനയുടെ കണ്ണുകളിലെ ആഴത്തിലുള്ള സങ്കടം മറ്റാരെക്കാളും നന്നായി മനസ്സിലാക്കാൻ സിദ്ധാർത്ഥിന് കഴിഞ്ഞു. അവൻ അവളെ പിന്തുടരാൻ തുടങ്ങി. വഴിയിലും ക്യാമ്പസിലെ ലൈബ്രറിയിലും അവൻ അവളുടെ ഒരു നിഴലായി മാറി. അവൾ പോകുന്ന വഴികളിലെല്ലാം അവൻ കാത്തുനിന്നു. ആദ്യം അഞ്ജന അവനെ ഭയത്തോടെയാണ് നോക്കിയത്. തനിക്ക് പിന്നാലെ ഒരു പയ്യൻ നടക്കുന്നത് വീട്ടിലറിഞ്ഞാലുണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് അവൾ ബോധവതിയായിരുന്നു. അവൾ അവനെ പരമാവധി ഒഴിവാക്കാൻ ശ്രമിച്ചു. ഒരു ദിവസം വൈകുന്നേരം കോളേജ് കഴിഞ്ഞ് ബസ് സ്റ്റോപ്പിൽ തനിച്ചു നിന്ന അഞ്ജനയുടെ അടുത്തേക്ക് സിദ്ധാർത്ഥ് നടന്നു ചെന്നു. എന്താണ് അഞ്ജന, എപ്പോഴും ഈ മുഖത്തൊരു കരിമേഘം? നിന്നെ ഞാൻ ഒരു തവണ പോലും ക്യാമ്പസിൽ ചിരിച്ചു കണ്ടിട്ടില്ലല്ലോ. അവൻ വളരെ ശാന്തമായി സൗമ്യതയോടെ ചോദിച്ചു. അഞ്ജന ഭയത്തോടെ ചുറ്റും നോക്കി. എൻ്റെ പിന്നാലെ നടക്കരുത് സിദ്ധാർത്ഥ്. എനിക്ക് ആരോടും സംസാരിക്കാൻ താല്പര്യമില്ല, പ്രണയവുമില്ല. എന്നെ എൻ്റെ വഴിക്ക് വിടൂ. അവൾ ശബ്ദം കർക്കശമാക്കാൻ ശ്രമിച്ച് ഉറപ്പിച്ചു പറഞ്ഞു. പക്ഷെ സിദ്ധാർത്ഥ് പിന്മാറാൻ തയ്യാറായിരുന്നില്ല. അവൻ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു.
ആ കണ്ണുകളിൽ ഭയവും ഒപ്പം വലിയൊരു സ്നേഹത്തിനായുള്ള ദാഹവും അവൻ കണ്ടിരുന്നു. നിന്റെ കണ്ണുകളിലെ സങ്കടം മാറ്റാൻ എനിക്ക് കഴിയും അഞ്ജന. ഞാൻ നിന്നെ വെറുതെ ശല്യം ചെയ്യാനോ സമയം കളയാനോ വരുന്നതല്ല. ഞാൻ നിന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നു. നിന്റെ ജീവിതത്തിൽ എന്താണ് പ്രശ്നമെന്ന് എനിക്കറിയില്ല. പക്ഷെ അതിനൊരു തണലാകാൻ നിന്നെ എപ്പോഴും സന്തോഷിപ്പിക്കാൻ എനിക്ക് കഴിയും. അവൻ്റെ വാക്കുകളിൽ ആത്മാർത്ഥതയുടെ സുഗന്ധമുണ്ടായിരുന്നു. അഞ്ജനയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. ജീവിതത്തിൽ ഒരിക്കൽ പോലും ആരും തന്നോട് ഇത്രയും സ്നേഹത്തോടെ ഇത്രയും കരുതലോടുകൂടി സംസാരിച്ചിട്ടില്ലെന്ന് അവൾ ഓർത്തു. സ്വന്തം ചോരയ്ക്ക് പോലെ തന്നോട് തോന്നാത്ത എന്ത് വികാരമാണ് ഈ അപരിചിതന് തന്നോട് തോന്നുന്നത്. വീട്ടിൽ നിന്ന് കിട്ടാത്ത താൻ ജനിച്ച നാൾ മുതൽ എന്നും കൊതിച്ചിരുന്ന ആ വലിയ സ്നേഹത്തിൻ്റെ നീരുറവയാണ് സിദ്ധാർത്ഥെന്ന് അവൾക്ക് മുന്നിൽ തുറന്നു വെച്ചത്. ആദ്യം മടിച്ചെങ്കിലും പിന്നീട് സിദ്ധാർത്ഥിൻ്റെ നിരന്തരമായ ആത്മാർത്ഥതയ്ക്ക് മുന്നിൽ അവളുടെ പ്രതിരോധ മതിലുകൾ തകർന്ന് വീണു. എവിടെ നിന്നും കിട്ടാത്ത സ്നേഹം ഒരു വലിയ വേനൽ മഴയായി പെയ്തിറങ്ങിയപ്പോൾ അഞ്ജന അതിൻ്റെ പൂർണ്ണമായും വീണുപോയി. സിദ്ധാർത്ഥ് പറയുന്ന ഓരോ വാക്കും അവൾക്ക് അമൃത് പോലെയായിരുന്നു. അവൾ അവനെ ജീവനേക്കാൾ അധികം പ്രണയിക്കാൻ തുടങ്ങി. അവർ ഒന്നിച്ച് സമയം ചിലവഴിക്കാൻ തുടങ്ങി. കോളേജ് ക്ലാസ്സുകൾ കഴിഞ്ഞുള്ള ആ ചെറിയ സമയങ്ങളിലാണ് അഞ്ജന യഥാർത്ഥത്തിൽ ശ്വാസമെടുത്തത്. അവൾ ജീവിച്ചത്. സിദ്ധാർത്ഥിൻ്റെ കൈകൾ കോർത്തു പിടിച്ച് നടക്കുമ്പോൾ അവൾ തൻ്റെ വീട്ടിലെ എല്ലാ അവഗണനകളും ഒറ്റപ്പെടലുകളും പൂർണ്ണമായും മറന്നു. അവൾക്ക് അവൻ മാത്രമായി ലോകം. സിദ്ധു, നീ എന്നെ എന്നെങ്കിലും ഇട്ടിട്ട് പോകുമോ? എനിക്ക് നീ മാത്രമാണുള്ളത്. നീ ഇല്ലെങ്കിൽ ഞാൻ ചത്തുപോകും. ഒരു ദിവസം കോളേജിന് പിന്നിലെ വലിയ തണൽ മരത്തിന് ചുവട്ടിലിരുന്ന് അവൾ അവൻ്റെ തോളിലേക്ക് തല ചായച്ചുകൊണ്ട് ചോദിച്ചു. സിദ്ധാർത്ഥ് അവളുടെ കൈകളിൽ അമർത്തിപ്പിടിച്ചുകൊണ്ട് നെറുകയിൽ ആർദ്രമായി ചുംബിച്ചു. മരണം വരെ നിന്റെ ഈ കൈകൾ ഞാൻ വിടില്ല അഞ്ജന. ഈ ലോകം മുഴുവൻ നിനക്കെതിരായാലും നിന്റെ തണലായി നിന്റെ കാവലായി ഞാനുണ്ടാകും. ഇത് സിദ്ധുവിൻ്റെ വാക്കാണ്. അവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അഞ്ജനയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അത് സങ്കടം കൊണ്ടായിരുന്നില്ല, മറിച്ച് തനിക്ക് സ്നേഹിക്കാൻ, തനിക്ക് വേണ്ടി ജീവിക്കാൻ ഒരാളുണ്ടെന്ന തിരിച്ചറിവിൻ്റെ വലിയ സന്തോഷമായിരുന്നു. സിദ്ധാർത്ഥ് ഇപ്പോൾ അവളുടെ പ്രണയം മാത്രമല്ല, അവളുടെ പ്രാണനും അവളുടെ ജീവിതത്തിൻ്റെ ഏക പ്രതീക്ഷയുമായി മാറിക്കഴിഞ്ഞിരുന്നു. തൻ്റെ കറുത്ത ഇരുണ്ട ജീവിതത്തിലേക്ക് ദൈവമായി തന്ന ഏറ്റവും മനോഹരമായ വെളിച്ചമാണ് സിദ്ധാർത്ഥ് എന്നവൾ ആശ്വസിച്ചു. പക്ഷെ ആ വെളിച്ചത്തിന് മേൽ വിധി മറ്റൊരു വലിയ കറുത്ത വീഴ്ത്താൻ തുടങ്ങുകയാണെന്ന് ആ പാവം പെൺകുട്ടി അപ്പോഴും അറിഞ്ഞില്ല. സിദ്ധാർത്ഥിൻ്റെ സ്നേഹം അഞ്ജനയുടെ ജീവിതത്തെ പൂർണ്ണമായും മാറ്റിമറിച്ചിരുന്നു. കോളേജ് കഴിഞ്ഞുള്ള ഓരോ നിമിഷവും അവർ തങ്ങളുടെ സ്വപ്നങ്ങളുടെ കൊട്ടാരം പണിയുകയായിരുന്നു. വീട്ടിലെ കഠിനമായ അവഗണനകളും അമ്മയുടെ കുത്തുവാക്കുകളും ഇപ്പോൾ അഞ്ജനയെ ഒട്ടും വേദനിപ്പിച്ചിരുന്നില്ല. കാരണം തനിക്ക് തിരികെ ചെല്ലാൻ, തന്നെ നെഞ്ചോട് ചേർക്കാൻ സിദ്ധാർത്ഥ് എന്ന വലിയൊരു ആശ്വാസമുണ്ടെന്ന ചിന്ത അവൾക്ക് വലിയ കരുത്ത് ചെറുതായിരുന്നില്ല. മേലോത്ത് തറവാട്ടിലെ ഇരുണ്ട മുറിയിൽ കിടക്കുമ്പോഴും അവളുടെ ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞിരുന്നു. അത് സിദ്ധാർത്ഥ് അവൾക്ക് സമ്മാനിച്ച പ്രണയത്തിൻ്റെ വെളിച്ചമായിരുന്നു. എന്നാൽ ആ സന്തോഷം അധികം നാൾ നീണ്ടു നിന്നില്ല. കുറച്ച് ദിവസമായി അഞ്ജനയ്ക്ക് കടുത്ത ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങി. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാകുന്ന കടുത്ത തലകർക്കും ഛർദിയും അവളെ അസ്വസ്ഥമാക്കി. വീട്ടുകാർ ആരും തന്നെ ശ്രദ്ധിക്കാതിരുന്നത് കൊണ്ട് അവളുടെ മാറ്റങ്ങൾ ആദ്യം ആരും അറിഞ്ഞില്ല. ഭയവും ആശങ്കയും നിറഞ്ഞ മനസ്സോടെ അഞ്ജന കോളേജിനടുത്തുള്ള ഒരു ചെറിയ ലേഡീസ് ക്ലിനിക്കിൽ രഹസ്യമായി ഡോക്ടറെ കാണാൻ പോയി. പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർ പുഞ്ചിരിയോട് ആ വിവരം അവളോട് പറഞ്ഞു. അഞ്ജന, നീ ഒരു അമ്മയാകാൻ പോകുന്നു. അഭിനന്ദനങ്ങൾ. ഡോക്ടറുടെ വാക്കുകൾ കേട്ടതും അഞ്ജനയുടെ കാതുകളിൽ ഒരു ഇടിമിന്നൽ വെട്ടിയതുപോലെ തോന്നി. സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഒപ്പം വലിയൊരു ഭയം അവളുടെ ഉള്ളിലേക്ക് ഇരച്ചു കയറി. തങ്ങൾ ഇനിയും വിവാഹിതരായിട്ടില്ല. വീട്ടിലിതറിഞ്ഞാൽ ഉണ്ടാകുന്ന പൂരം അവൾക്ക് ഊഹിക്കാവുന്നതേ ഉണ്ടായിരുന്നു. പക്ഷേ തൻ്റെയും സിദ്ധുവിൻ്റെയും പ്രണയത്തിൻ്റെ അടയാളമാണ് തൻ്റെ വയറ്റിൽ വളരുന്നതെന്ന ചിന്ത അവളെ ഒരേ സമയം ആനന്ദിപ്പിച്ചു. ക്ലിനിക്കിൽ നിന്നും പുറത്തിറങ്ങിയ ഉടൻ തന്നെ വിറയ്ക്കുന്ന കൈകളോടെ അവൾ സിദ്ധാർത്ഥിനെ ഫോണിൽ വിളിച്ചു. സിദ്ധു, എനിക്ക് നിന്നെ ഇപ്പോൾ തന്നെ കാണണം. വളരെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുണ്ട്. ഞാൻ നമ്മുടെ സ്ഥിരം പാർക്കിന് മുന്നിൽ കാത്തു നിൽക്കാം. വേഗം വരണേ സിദ്ധു, എനിക്ക് വലിയ പേടിയാകുന്നു. അവളുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. ഫോണിൻ്റെ മറുതലയ്ക്കൽ അഞ്ജനയുടെ പരിഭ്രമം നിറഞ്ഞ ശബ്ദം കേട്ടപ്പോൾ സിദ്ധാർത്ഥിൻ്റെ നെഞ്ചു പിടഞ്ഞു. അഞ്ജന, നീ ഒന്നും പേടിക്കണ്ട. ഞാൻ ഇപ്പോൾ തന്നെ അങ്ങോട്ടും തിരിക്കുകയാണ്. 10 മിനിറ്റ് ഞാൻ നിന്റെ മുന്നിലെത്തും. നീ അവിടെ തന്നെ നിൽക്കണം, അവൻ ആശ്വസിപ്പിച്ചു. സിദ്ധാർത്ഥ് തൻ്റെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു നഗരത്തിലെ തിരക്കേറിയ റോഡിലേക്ക് പാഞ്ഞു. അഞ്ജനയോട് പറഞ്ഞ സമയത്തിനുള്ളിൽ എത്തിച്ചേരണമെന്ന ചിന്ത മാത്രമായിരുന്നു അവൻ്റെ മനസ്സിൽ.
എന്നാൽ വിധി അവർക്കായി കരുതി വെച്ചത് മറ്റൊരു ക്രൂരമായ തിരക്കഥയായിരുന്നു. നഗരത്തിലെ പ്രധാന കവലയിൽ സിദ്ധാർത്ഥിന്റെ ബൈക്ക് എത്തിയപ്പോൾ സിഗ്നൽ തെറ്റിച്ചുകൊണ്ട് അമിത വേഗതയിൽ ഒരു വലിയ ലോറി പാഞ്ഞു വന്നു. ബ്രേക്ക് ചവിട്ടാൻ പോലും സിദ്ധാർത്ഥിന് സമയം കിട്ടിയില്ല. വലിയൊരു ശബ്ദത്തോടെ ആ ലോറി സിദ്ധാർത്ഥിന്റെ ബൈക്കിലേക്ക് ഇടിച്ചു കയറി. ബൈക്കിൽ നിന്നും തെറിച്ചുപോയ സിദ്ധാർത്ഥ് റോഡിന്റെ വശത്തുള്ള ഡിവൈഡറിലേക്ക് തലയിടിച്ചു വീണു. അവന്റെ തലയിൽ നിന്നും ചോര ഒലിച്ചിറങ്ങി റോഡ് ചുവപ്പായി മാറി. ചുറ്റും കൂടിയ നാട്ടുകാരാണ് ചോരയെ കുളിച്ചു കിടന്ന അവനെ ഉടനെ തന്നെ അടുത്തുള്ള മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. തലയ്ക്ക് അടുത്ത ആഘാതമേറ്റതുകൊണ്ട് അവൻ മരണത്തോട് കുസ്തി പിടിക്കുകയായിരുന്നു. ഡോക്ടർമാർ അവനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയെങ്കിലും സിദ്ധാർത്ഥ് കോമ അവസ്ഥയിലേക്ക് വീണുപോയി. അവൻ്റെ ജീവൻ രക്ഷപ്പെട്ടെങ്കിലും ഓർമ്മകൾ തിരികെ കിട്ടുമോ എന്ന് പറയാൻ കഴിയില്ലെന്ന് ഡോക്ടർമാർ വിധിയെഴുതി. മറുവശത്ത് പാർക്കിലെ ബെഞ്ചിലിരുന്ന് അഞ്ജന സമയം നോക്കിക്കൊണ്ടിരുന്നു. മിനിറ്റുകൾ മണിക്കൂറുകളായി മാറി. ഫോൺ വിളിക്കുമ്പോൾ അത് സ്വിച്ച് ഓഫ് എന്ന മറുപടിയാണ് നൽകിയത്. നേരം ഇരുട്ടിത്തുടങ്ങിയിട്ട് സിദ്ധാർത്ഥ് വന്നില്ല. എന്താ സിദ്ധു നീ വരാത്തത്? നിനക്കെന്നെ അത്രയ്ക്ക് വെറുപ്പാണോ? ഈ അവസ്ഥയിൽ എന്നെ തനിച്ചാക്കി നീ എവിടെ പോയി? അഞ്ജന പാർക്കിലിരുന്ന് പൊട്ടിക്കരഞ്ഞു. സിദ്ധാർത്ഥിന് അപകടം പറ്റിയ വിവരം അഞ്ജന അറിഞ്ഞിരുന്നില്ല. കോളേജിലെ സുഹൃത്തുക്കൾ അവനെ കാണാൻ ആശുപത്രിയിലേക്ക് പോയെങ്കിലും അഞ്ജനയുമായുള്ള അവൻ്റെ പ്രണയം അതീവ രഹസ്യമായിരുന്നതിനാൽ ആരും അഞ്ജനയെ വിവരം അറിയിച്ചതുമില്ല. ദിവസങ്ങൾ കഴിഞ്ഞിട്ട് സിദ്ധാർത്ഥിനെക്കുറിച്ച് ഒരു വിവരവുമില്ലാതെ അഞ്ജന ഭ്രാന്തായ അവസ്ഥയിലായി. തൻ്റെ ഫോൺ കോളുകൾക്ക് മറുപടി ഇല്ലാതായതോടെ സിദ്ധാർത്ഥ് തന്നെ ചതിച്ചു കടന്നു കളഞ്ഞതാണോ എന്ന് പോലും ആ പാവം പെൺകുട്ടി സംശയിച്ചു. എവിടെന്നും കിട്ടാത്ത സ്നേഹം തന്ന് തന്നെ ഈ ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ചിട്ട് പെട്ടെന്നൊരു ദിവസം അനാഥയാക്കി അവൻ പോയല്ലോ എന്നോർത്ത് അവൾ ഉരുകിത്തീർന്നു. എന്നാൽ സത്യാവസ്ഥ മറ്റൊന്നായിരുന്നു. ആശുപത്രി കിടക്കയിൽ സിദ്ധാർത്ഥ് പതുക്കെ കണ്ണുകൾ തുറന്നു. ദിവസങ്ങൾക്ക് ശേഷം അവൻ കോമയിൽ നിന്നും പുറത്തു വന്നു. പക്ഷെ അവൻ്റെ കണ്ണുകളിൽ ശൂന്യതയായിരുന്നു. ഞാൻ ആരാണ്? നിങ്ങൾ ആരാണ്? തന്നെ നോക്കി കരയുന്ന അമ്മയോടും അച്ഛനോടും അവൻ ചോദിച്ചു. അപകടത്തിൻ്റെ ആഘാതത്തിൽ സിദ്ധാർത്ഥിൻ്റെ ഓർമ്മകൾ പൂർണ്ണമായി നഷ്ടപ്പെട്ടിരുന്നു. അവന് തൻ്റെ പേരോ മാതാപിതാക്കളെയോ തൻ്റെ ഭൂതകാലമോ ഒന്നും ഓർമ്മയില്ലായിരുന്നു. എന്തിന് തൻ്റെ ജീവനായ അഞ്ജന എന്ന പേരോ അവളുടെ മുഖമോ പോലും അവന് മനസ്സിൽ നിന്നും പൂർണ്ണമായി മാഞ്ഞു പോയിരുന്നു. തൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ ജീവനും പിടിച്ച് തന്നെ സ്നേഹിച്ചവൻ തന്നെ ചതിച്ചു എന്ന തെറ്റായ ധാരണയെ അഞ്ജന കണ്ണീരൊഴുക്കുമ്പോൾ മറുവശത്ത് ഓർമ്മകളുടെ ഇരുട്ടറയിൽ തൻ്റെ സ്വന്തം ഐഡൻറ്റിറ്റി പോലും അറിയാതെ സിദ്ധാർത്ഥ് മറ്റൊരു ലോകത്തായിരുന്നു. വിധി അവർക്കിടയിൽ വലിയൊരു ചതിച്ചരട് വലിച്ചു കെട്ടി രണ്ടുപേരെയും രണ്ട് തീരങ്ങളിലേക്ക് അകറ്റി നിർത്തിക്കഴിഞ്ഞിരുന്നു. ദിവസങ്ങൾ ആഴ്ചകൾക്കും മാസങ്ങൾക്കും വഴിമാറി. സിദ്ധാർത്ഥിൻ്റെ അപ്രത്യക്ഷമാകൽ അഞ്ജനയുടെ ആത്മാവിനെ പാതി ജീവനറ്റതാക്കി മാറ്റിയിരുന്നു. അവൻ തന്നെ മനഃപൂർവ്വം ചതിച്ചതാണെന്ന ചിന്ത അവളുടെ ഉള്ളിൽ ആഴത്തിൽ പതിഞ്ഞു കഴിഞ്ഞിരുന്നു. എങ്കിലും തൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞു ജീവൻ സിദ്ധാർത്ഥിൻ്റെ ചതിയെയല്ല, താൻ അനുഭവിച്ച ആത്മാർത്ഥമായ പ്രണയത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണെന്ന് അവൾ വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ എത്ര വലിയ സങ്കടത്തിലും അവൾ ആ ജീവനെ കാത്തു സൂക്ഷിച്ചു. എന്നാൽ അഞ്ജനയുടെ ശാരീരിക മാറ്റങ്ങൾ മേനോത്ത് തറവാട്ടിലെ ആഡംബര ചുവരുകൾക്കുള്ളിൽ അധികനാൾ ഒളിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. 4-ാം മാസം തുടങ്ങിയതോടെ അഞ്ജനയുടെ ശരീരം കൂടുതൽ വിളറി വെളുത്തു. കടുത്ത തലകർക്കും ഛർദിലും കാരണം അവൾ മുറിക്ക് പുറത്തിറങ്ങാതെ. ഒരു ദിവസം പുലർച്ചെ അഞ്ജന ബാത്റൂമിൽ കിടന്ന് കഠിനമായി ഛർദിക്കുന്ന ശബ്ദം കേട്ടാണ് ലതിക അങ്ങോട്ട് വന്നത്. സംശയത്തോടെ നോക്കിയ ലത അവളോട് കാര്യങ്ങൾ തിരക്കി. അഞ്ജന ഭയത്തോടെ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും ലതയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ അവൾക്ക് സത്യങ്ങൾ ഒളിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. നീ ഗർഭിണിയാണല്ലേ? ലതയുടെ ആക്രോശം കേട്ട് അഞ്ജന തളർന്ന് നിലത്തിരുന്നു. ആ ശബ്ദം കേട്ട് മാധവ മേനോനും അങ്ങോട്ട് ഓടിയെത്തി. കാര്യമറിഞ്ഞ മാധവ മേനോന്റെ മുഖം കോപം കൊണ്ട് ചുവന്നു തുടുത്തു. ബിസിനസ് ലോകത്ത് തനിക്കുള്ള അന്തസ്സും പദവിയും ഓർത്ത് അയാളുടെ കൈകൾ വിറച്ചു. ആരാണ് അതിന് കാരണക്കാരൻ? ഏവൻ്റെ കൂടെ കിടന്നിട്ടാണ് നീ ഈ പാപം ചുമന്നുകൊണ്ട് വന്നിരിക്കുന്നത്? മാധവ മേനോന്റെ ഗർജനം ആ വലിയ ബംഗ്ലാവിനെ ഒലിച്ചു. അഞ്ജനയുടെ കവിളിൽ അയാളുടെ കനത്ത കൈപ്പത്തി പതിഞ്ഞു. നിലത്ത് വീണ് കരഞ്ഞുകൊണ്ട് അഞ്ജന സിദ്ധാർത്ഥിന്റെ പേര് പറഞ്ഞു. അവൾ അവനെ വിളിക്കാൻ ശ്രമിച്ച കാര്യവും ഇപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന വിവരവും വിറയ്ക്കുന്ന ശബ്ദത്തിൽ അവരോട് വിവരിച്ചു. എന്നാൽ മക്കളെ സ്നേഹിക്കാൻ പിശുക്ക് കാട്ടിയ ആ മാതാപിതാക്കൾക്ക് മകളുടെ കണ്ണീരിനേക്കാൾ വലുത് സമൂഹത്തിനു മുന്നിലെ തങ്ങളുടെ പത്രാസായിരുന്നു. അവൾ പറഞ്ഞതൊന്നും വിശ്വസിക്കാൻ അവർ തയ്യാറായില്ല. ഞങ്ങളുടെ പേര് ചീത്തയാക്കാൻ ജനിച്ചവളാണ് നീ. നിന്നെപ്പോലൊരു പാപ്പിയെ ഇനി ഈ വീട്ടിൽ നിർത്താൻ എനിക്ക് കഴിയില്ല. നിന്റെ ഈ അവിഹിതം നാട്ടുകാർ അറിഞ്ഞാൽ എൻ്റെ ആതിരക്കുട്ടിയുടെ ഭാവിയാണ് തകരുന്നത്. ലത കഠിനമായ വാക്കുകളാൽ അഞ്ജനയെ കുത്തി നോവിച്ചു.
തങ്ങൾക്ക് പ്രിയപ്പെട്ട ഇളയ മകളുടെ വിവാഹപ്രായത്തെയും ഭാവിയെയും അത് ബാധിക്കുമെന്നതായിരുന്നു അവരുടെ ഒരേയൊരു ഭയം. തൻ്റെ മകൾ ഒരു തെറ്റ് ചെയ്തപ്പോൾ അവളെ ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കാനോ ആ ചെറുപ്പക്കാരൻ എവിടെയെന്ന് അന്വേഷിക്കാനോ അവർ ശ്രമിച്ചില്ല. പകരം ആ രാത്രിയെ തന്നെ തങ്ങളുടെ ആഡംബര കാറിൽ അഞ്ജനയെ അവർ കയറ്റി. നഗരത്തിൽ നിന്നും ഏറെ അകലെയുള്ള ആരും വരാത്തൊരു പഴയ ഫ്ലാറ്റിലേക്ക് അവർ അവളെ മാറ്റി താമസിപ്പിച്ചു. തങ്ങളുടെ അന്തസ്സിനൊരു കോട്ടവും വരാൻ തട്ടാതിരിക്കാൻ അവളെ ലോകത്തിന് മുന്നിൽ നിന്നും അവർ ഒളിപ്പിച്ചു വെക്കുകയായിരുന്നു. അവിടെ അവൾക്ക് ജീവിക്കാൻ ആവശ്യമായ പണവും ആഹാര സാധനങ്ങളും എത്തിച്ചു കൊടുക്കാൻ മാധവ് മേനോൻ ഒരു വിശ്വസ്തനെ ചുമതലപ്പെടുത്തി. പക്ഷേ ആ ഫ്ലാറ്റിലെ 4 ചുവരുകൾക്കുള്ളിൽ അഞ്ജന മാനസികമായി പൂർണ്ണമായും തടവിലാക്കപ്പെട്ടു. ജനാലയിലൂടെ പുറത്തെ ലോകത്തേക്ക് നോക്കി അവൾ ദിവസങ്ങൾ തള്ളി നീക്കി. രാത്രികളിൽ പ്രസവ വേദനയേക്കാൾ കഠിനമായ മാനസിക വേദന അവളെ വേട്ടയാടി. സ്വന്തമായി ഒരു തെറ്റും ചെയ്യാതെ സ്നേഹിച്ചവന്റെ കൈകളിൽ വിശ്വസിച്ച് ഏൽപ്പിച്ചതിനാണ് താൻ ഈ ക്രൂരത അനുഭവിക്കുന്നതെന്ന് അവൾ ഓർത്തു. മാസങ്ങൾ തികഞ്ഞു. ഒരു രാത്രി കഠിനമായ പ്രസവവേദന അഞ്ജനയെ പിടികൂടി. വേദന കൊണ്ട് അവൾ നിലവിളിച്ചു. അമ്മേ എന്ന് വിളിച്ച് കരയുമ്പോഴും കൂടെ നിൽക്കാൻ ആ പെറ്റ അമ്മ അവിടെ ഉണ്ടായിരുന്നില്ല. ഒടുവിൽ അയൽവാസിയായ ഒരു സ്ത്രീ വിവരം അറിയിച്ചതിനെ തുടർന്ന് ആംബുലൻസ് വരികയും അവളെ സർക്കാർ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. അവിടെ പ്രസവ വാർഡിലെ തണുത്ത കട്ടിലിൽ കിടന്ന് അപരിചിതരായ നേഴ്സുമാരുടെ സഹായത്തോടെ അഞ്ജന ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. നേഴ്സ് ആ കുഞ്ഞിനെ അഞ്ജനയുടെ മാറിലേക്ക് കിടത്തിയപ്പോൾ അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകി. തൻ്റെ നെഞ്ചിലെ ചൂടേറ്റ് കിടക്കുന്ന പിഞ്ചു കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അഞ്ജനയ്ക്ക് സിദ്ധാർത്ഥൻ്റെ മുഖമാണ് ഓർമ്മ വന്നത്. സിദ്ധു, എന്തിനാണ് നീ എന്നെ ഇത്രയും വലിയൊരു ചതിയിൽപ്പെടുത്തിയത്? ദേ നോക്കൂ, നമ്മുടെ മകൾ. അവളെ നെഞ്ചോട് ചേർക്കാൻ നീ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? അഞ്ജന കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് ശൂന്യതയിലേക്ക് നോക്കി ചോദിച്ചു. തൻ്റെ സ്വന്തം ചോരയും സ്നേഹിച്ചവനും കൈവിട്ട ആ ഇരുണ്ട തടവറയിൽ നിന്നും തൻ്റെ മകൾക്ക് വേണ്ടി ജീവിക്കണമെന്നൊരു പുതിയ കരുത്ത് അഞ്ജനയുടെ ഉള്ളിൽ പതുക്കെ മുളപൊട്ടാൻ തുടങ്ങുകയായിരുന്നു. കാലം അതിൻ്റെ പ്രയാണം തുടർന്നുകൊണ്ടിരുന്നു. അഞ്ജന ആ പഴയ ഫ്ലാറ്റിലെ ഏകാന്തതയിൽ തൻ്റെ മകൾക്കായി മാത്രം ജീവിച്ചു. അവൾ ആ കുഞ്ഞിന് നന്ദന എന്ന പേരിട്ടു. നന്ദൂട്ടിയുടെ ഓരോ കുഞ്ഞു കിലുക്കങ്ങളും ചിരികളുമാണ് അഞ്ജനയെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത്. മാതാപിതാക്കൾ നൽകിയ പണം കൊണ്ട് അവൾ കഷ്ടപ്പെട്ട് ജീവിച്ചു. സ്വന്തം ചോരയെ വഴിയാധാരമാക്കാതിരിക്കാൻ ബിസിനസ്സുകാരനായ അച്ഛൻ അയച്ചു കൊടുത്തിരുന്ന ആ തുക അഞ്ജനയ്ക്കൊരു യാചകന് കിട്ടുന്ന ഭിക്ഷ പോലെയാണ് തോന്നിയത്. എങ്കിലും മകളുടെ മുഖം കണ്ട് അവൾ എല്ലാം സഹിച്ചു. നന്ദൂട്ടിക്ക് ഇപ്പോൾ 3 വയസ്സ് തികഞ്ഞിരിക്കുന്നു. അച്ഛൻ്റെ സ്നേഹം എന്തെന്നറിയാതെയാണ് അവൾ വളർന്നത്. മറുവശത്ത് സിദ്ധാർത്ഥിൻ്റെ ജീവിതം തികച്ചും വ്യത്യസ്തമായൊരു വഴിയിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപകടത്തിന് ശേഷം 3 വർഷങ്ങൾ കടന്നുപോയിട്ടും അവന് തൻ്റെ പഴയ ഓർമ്മകൾ തിരികെ കിട്ടിയില്ല. ഡോക്ടർമാരുടെ കർശനമായ നിർദ്ദേശപ്രകാരം വീട്ടുകാർ അവനെ പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചു വീണ്ടും ഒരു മാനസിക സമ്മർദ്ദത്തിലേക്ക് തള്ളിവിട്ടില്ല. അവനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതം ആ അപകടത്തിന് ശേഷം മാത്രം തുടങ്ങിയ ഒന്നായിരുന്നു. മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി അവൻ അവരുടെ കുടുംബ ബിസിനസ് ഏറ്റെടുത്തു നടത്തുവാൻ തുടങ്ങി. കഠിനാധ്വാനം കൊണ്ട് അവൻ നഗരത്തിലെ അറിയപ്പെടുന്ന യുവ ബിസിനസ്സുകാരനായി മാറി. മകൻ്റെ ഓർമ്മകൾ ഇനി തിരിച്ചു കിട്ടില്ലെന്ന് ഉറപ്പായതോടെ സിദ്ധാർത്ഥിൻ്റെ മാതാപിതാക്കൾ അവനായി മറ്റൊരു വിവാഹം ആലോചിച്ചു. അവരുടെ അന്തസ്സിനും പദവിക്കും യോജിച്ച വലിയൊരു ബിസിനസ് ഗ്രൂപ്പിൻ്റെ ഉടമയുടെ മകളായ ശാരദയുമായി സിദ്ധാർത്ഥിൻ്റെ വിവാഹം നിശ്ചയിക്കപ്പെട്ടു. അടുത്ത മാസം പകുതിയോടെ വിവാഹം നടത്താനായിരുന്നു ഇരു കുടുംബങ്ങളുടെയും തീരുമാനം. ഓർമ്മയില്ലാത്തൊരു ഭൂതകാലത്തിൻ്റെ ശൂന്യത മനസ്സിൽ പേറുമ്പോഴും മാതാപിതാക്കളുടെ സന്തോഷത്തിനായി സിദ്ധാർത്ഥ വിവാഹത്തിന് സമ്മതിച്ചു. അതേസമയം അഞ്ജനയുടെ ജീവിതത്തിൽ ഒരു പുതിയ പ്രശ്നം ഉടലെടുത്തു. നന്ദൂട്ടിയെ ഒരു പ്ലേ സ്കൂളിൽ ചേർക്കുന്നതിനായി കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റും മറ്റു ഔദ്യോഗിക രേഖകളും ആവശ്യമായി വന്നു. അച്ഛൻ്റെ പേരിൻ്റെ സ്ഥാനത്ത് ആരുടെ പേര് വെക്കണമെന്ന കാര്യത്തിൽ നിയമപരമായ ചില തടസ്സങ്ങൾ നേരിട്ടു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട ചില അന്വേഷണങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ആ പ്രദേശത്തെ വനിതാ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ അനിത അഞ്ജനയുടെ ഫ്ലാറ്റിൽ നേരിട്ടെത്തി. ഫ്ലാറ്റിൻ്റെ വാതിൽ തുറന്ന അനിത കണ്ടത് തളർന്നു വിളറിയ മുഖത്തോടെ നിൽക്കുന്ന ഒരു യുവതിയെയും അവളുടെ സാരിത്തുമ്പിൽ പിടിച്ച് ഭയത്തോടെ നോക്കുന്ന ഒരു കുഞ്ഞു മകളെയുമാണ്. ഒരു വലിയ ധനിക കുടുംബത്തിൻ്റെ പശ്ചാത്തലമുണ്ടായിട്ടും ഒരു സാധാരണ ഫ്ലാറ്റിൽ അനാഥയെപ്പോലെ കഴിയുന്ന അഞ്ജനയുടെ അവസ്ഥ അനിതയിൽ വലിയ സഹതാപവും ഒപ്പം കൗതുകവും ഉണർത്തി. അനിത വളരെ സൗമ്യമായി അഞ്ജനയോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ആദ്യമൊക്കെ അഞ്ജന സത്യങ്ങൾ പറയാൻ മടിച്ചു നിന്നു. തൻ്റെ അച്ഛൻ്റെ പേരും അന്തസ്സും പുറത്തറിഞ്ഞാൽ ഉണ്ടാകുമെന്ന ഭവിഷ്യത്തുകൾ അവൾ ഭയന്നു. എന്നാൽ അനിതയുടെ സ്നേഹപൂർവമായ നിർബന്ധത്തിന് മുന്നിൽ അഞ്ജനയ്ക്ക് തൻ്റെ സങ്കടങ്ങൾ അടക്കാനായില്ല. അവൾ അനിതയുടെ മുന്നിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൻ്റെ കഥ മുഴുവൻ വിവരിച്ചു. മാഡം, അവൻ എന്നെ ചതിക്കില്ലെന്നായിരുന്നു ഞാൻ വിശ്വസിച്ചിരുന്നത്.
എനിക്ക് ഈ ലോകത്ത് ആരോടും കിട്ടാത്ത സ്നേഹമാണ് അവൻ തന്നത്. പക്ഷെ ഞാൻ ഗർഭിണിയാണെന്ന വിവരം പറയാൻ വിളിച്ച അന്ന് അവൻ എന്നെ കാണാൻ വരാമെന്ന് ഏറ്റിരുന്നതാണ്. അതിനുശേഷം അവൻ ഫോൺ സ്വിച്ച് ഓഫ് ആണ് ചെയ്തു മുങ്ങി. അവൻ എന്നെ മനഃപൂർവ്വം ചതിച്ചതാണ് മേഡം, അഞ്ജന കണ്ണീരൊഴുക്കിക്കൊണ്ട് പറഞ്ഞു. അഞ്ജനയുടെ കഥ കേട്ട അനിതയുടെ ഉള്ളിൽ ഒരു പോലീസ് ഓഫീസറുടെ ചോര തുളച്ചു. നീ വിഷമിക്കേണ്ട അഞ്ജന, നിയമം നിനക്കൊപ്പമുണ്ട്. പെണ്ണുങ്ങളെ ഇങ്ങനെ ഒരു അവസ്ഥയിലാക്കി സുഖമായി ജീവിക്കാൻ ആരെയും അനുവദിക്കില്ല. അവനെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ നിന്റെ കയ്യിലുണ്ടോ? ഒരു ഫോട്ടോ എങ്കിലും. അഞ്ജന പതുക്കെ മുറിയിലേക്ക് നടന്നു. തൻ്റെ അലമാരയുടെ ഉള്ളിൽ അതീവ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന തൻ്റെ പഴയ ഡയറി അവൾ എടുത്തുകൊണ്ടുവന്നു. അതിനുള്ള കോളേജ് കാലത്ത് സിദ്ധാർത്ഥിനൊപ്പം എടുത്തൊരു ചെറിയ ഫോട്ടോ ഉണ്ടായിരുന്നു. വിറയ്ക്കുന്ന കൈകളോടെ അവൾ ആ ഫോട്ടോ അനിതയ്ക്ക് കൈമാറി. ഫോട്ടോയുടെ പുറകിൽ സിദ്ധാർത്ഥ് എന്ന് അവൻ സ്വന്തം കൈപ്പടയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇതാണ് അവൻ, അഞ്ജന പറഞ്ഞു. ഫോട്ടോ വാങ്ങിയ ഉടൻ തന്നെ തൻ്റെ ടീമിനെ അത് കൈമാറുകയും സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. കോളേജ് രേഖകളും സിദ്ധാർത്ഥിൻ്റെ ഫോട്ടോയും സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളും വെച്ച് നടത്തിയ അന്വേഷണം വളരെ വേഗത്തിലാണ് പുരോഗമിച്ചത്. 3 ദിവസത്തെ തീവ്രമായ തിരച്ചിലിനൊടുവിൽ അനിത ആ ഞെട്ടിക്കുന്ന സത്യം കണ്ടെത്തി. അഞ്ജനയെ ചതിച്ചു എന്ന് കരുതപ്പെടുന്ന സിദ്ധാർത്ഥ് നഗരത്തിൽ ഒളിച്ചു ജീവിക്കുകയല്ല, മറിച്ച് അവൻ കോടീശ്വരനായ ഒരു ബിസിനസ്സുകാരനുമായി പരസ്യമായി ജീവിക്കുകയാണ്. അതിലുപരി അടുത്ത ആഴ്ച അവൻ്റെ വലിയ രീതിയിലുള്ള വിവാഹം നടക്കാൻ പോവുകയാണെന്ന വിവരമാണ് പോലീസിന് ലഭിച്ചത്. ഒരു പാവം പെൺകുട്ടിയുടെ ജീവിതം തകർത്തിട്ട് മറ്റൊരു വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കാൻ നോക്കുന്നു. അനിതയുടെ മനസ്സിൽ സിദ്ധാർത്ഥിനോട് കടുത്ത അമർഷം തോന്നി. അഞ്ജനയ്ക്ക് നീതി വാങ്ങി നൽകണമെന്നും ആ ചതിയൻ്റെ മുഖംമൂടി അഴിക്കണമെന്നും അനിത ഉറപ്പിച്ചു. വിവാഹ മണ്ഡപത്തിലേക്ക് നേരിട്ടെത്തി അവനെ പിടികൂടാൻ തന്നെ പോലീസ് സംഘം തീരുമാനിച്ചു. നഗരത്തിലെ ഏറ്റവും വലിയ ഓഡിറ്റോറിയം വധൂവരന്മാരെ സ്വീകരിക്കാനായി ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. പൂക്കളാലും പ്രകാശവിളക്കാലും അലങ്കൃതമായ ആ വേദിയിൽ സിദ്ധാർത്ഥിൻ്റെയും ശാലിനിയുടെയും വിവാഹ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. വലിയ ബിസിനസ് പ്രമുഖരും ബന്ധുക്കളും മണ്ഡപത്തിന് ചുറ്റും തടിച്ചുകൂടിയിട്ടുണ്ട്. വരൻ്റെ വസ്ത്രം ധരിച്ച് അലങ്കരിച്ച കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോഴും സിദ്ധാർത്ഥിൻ്റെ മുന്നിൽ മനസ്സിൽ എന്തോ ഒരു അസ്വസ്ഥത പുകയുന്നുണ്ടായിരുന്നു. തൻ്റെ ജീവിതത്തിൽ എന്തോ ഒരു വലിയ കുറവുള്ളതുപോലെ, താൻ ആരോടോ ഒരു വലിയ നീതികേട് കാണിക്കുന്നത് പോലെ തോന്നൽ അവനെ അലട്ടി. പക്ഷെ അതെന്താണെന്ന് കൃത്യമായി തിരിച്ചറിയാൻ അവൻ്റെ ഓർമ്മയില്ലാത്ത മനസ്സിന് കഴിയുമായിരുന്നില്ല. താലി കെട്ടാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഓഡിറ്റോറിയത്തിൻ്റെ വാതിൽക്കൽ വലിയൊരു ബഹളം കേട്ടു. സബ് ഇൻസ്പെക്ടർ അനിതയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അങ്ങോട്ട് കടന്നു വന്നു. അവർക്കൊപ്പം കയ്യിൽ 3 വയസ്സുള്ള ഒരു കുഞ്ഞുമായി വിറയ്ക്കുന്ന ശരീരത്തോടെ അഞ്ജനയും ഉണ്ടായിരുന്നു. പോലീസിനെ കണ്ടത് കല്യാണച്ചക്കൻ്റെ വീട്ടുകാരും വധുവിൻ്റെ ആളുകളും ഞെട്ടിപ്പോയി. എന്താണ് ഇൻസ്പെക്ടർ, ഈ മംഗളകർമ്മത്തിനിടയിൽ എന്താണ് ഇവിടെ കാര്യം? സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ മുന്നോട്ട് വന്ന് ദേഷ്യത്തോടെ ചോദിച്ചു. അനിത ആ ചോദ്യം ഗൗനിക്കാതെ സിദ്ധാർത്ഥിൻ്റെ മുന്നിലേക്ക് അഞ്ജനയെ നിർത്തി. 3 വർഷങ്ങൾക്ക് ശേഷം തൻ്റെ ജീവനായ സിദ്ധുവിനെ വരൻ്റെ വസ്ത്രത്തിൽ കണ്ടതും അഞ്ജനയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അവൾ പോലീസിനെയും ജനക്കൂട്ടത്തെയും മറന്ന് ഓടിച്ചെന്ന് അവൻ്റെ കൈകളിൽ പിടിച്ചു. സിദ്ധു, നീ എന്തിനാ എന്നെ ഇങ്ങനെ തനിച്ചാക്കി വിട്ടുപോയത്? ദേ നോക്കൂ, നമ്മുടെ മകൾ നന്ദൂട്ടി. നീ തന്ന വാക്ക് നീ മറന്നോ സിദ്ധു? അഞ്ജന കരഞ്ഞുകൊണ്ട് ചോദിച്ചു. സിദ്ധാർത്ഥ് പൂർണ്ണമായും പകച്ചുപോയി. അവൻ തൻ്റെ കൈകളിൽ പിടിച്ചിരിക്കുന്ന അഞ്ജനയെയും അവളുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെയും മാറി മാറി നോക്കി. അവൻ്റെ നെഞ്ചിലൊരു വലിയ ഭാരം അനുഭവപ്പെട്ടു. പക്ഷെ ഓർമ്മകളുടെ ഒരു കണിക പോലും അവൻ്റെ മനസ്സിൽ തെളിഞ്ഞില്ല. ആരാണ് നിങ്ങൾ? എനിക്ക് നിങ്ങളെ അറിയില്ല. എൻ്റെ കൈ വിടൂ. സിദ്ധാർത്ഥ് ഭയത്തോടെയും ആശയക്കുഴപ്പത്തോടെയും കൈകൾ പിൻവലിച്ചു. അവൻ്റെ വാക്കുകൾ കേട്ട് അഞ്ജന തകർന്നുപോയി. അവൻ തന്നെ മനഃപൂർവ്വം തിരിച്ചറിയാത്തതാണെന്ന് അവൾ കരുതി. നീ ഇത്ര വലിയ ചതിയനാണെന്ന് ഞാൻ അറിഞ്ഞില്ല സിദ്ധു, അവൾ നിലവിളിച്ചു. ഉടനെ ഇൻസ്പെക്ടർ അനിത ഇടപെട്ടു. നാടകം കളിക്കരുത് സിദ്ധാർത്ഥ്. ഈ പെൺകുട്ടിയെ പ്രണയിച്ച് ഗർഭിണിയാക്കി വഴിയിൽ ഉപേക്ഷിച്ച് വരെ കല്യാണം കഴിക്കാൻ നിനക്ക് നാണമില്ലേ? അനിത ഗർജിച്ചു. അപ്പോഴാണ് സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ സത്യം തുറന്നു പറഞ്ഞത്. മാഡം, നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്. എൻ്റെ മകൻ ആരെയും ചതിച്ചിട്ടില്ല. 3 വർഷം മുൻപ് അവനൊരു കഠിനമായ ബൈക്ക് ആക്സിഡൻറ്റ് പറ്റി. മാസങ്ങളോളം കോമയിലായിരുന്നു. ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും അവൻ്റെ പഴയ ഓർമ്മകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടു. അവൻ്റെ ഭൂതകാലത്തെക്കുറിച്ചൊന്നും അറിയില്ല. അച്ഛൻ്റെ വാക്കുകൾ കേട്ടതും അഞ്ജന ഒരു നിമിഷം സ്തബ്ധയായി നിന്നുപോയി. അവളുടെ മനസ്സിലെ സിദ്ധാർത്ഥിനോടുള്ള ദേഷ്യം ഒരു നിമിഷം കൊണ്ട് ഉരുകിത്തീർന്നു. അവൻ തന്നെ ചതിച്ചതല്ല, വിധി അവരെ ക്രൂരമായി അകറ്റിയതായിരുന്നു എന്ന സത്യം അവൾ തിരിച്ചറിഞ്ഞു. അവൾ അലിവോടെ അവനെ നോക്കി. അനിത തൻ്റെ കയ്യിലുണ്ടായിരുന്ന അഞ്ജനയുടെ പഴയ ഡയറിയും കോളേജ് കാലത്തെ ഫോട്ടോകളും സിദ്ധാർത്ഥിന് നേരെ നോക്കി. ഇത് നോക്ക് സിദ്ധാർത്ഥ്, നിന്റെ ഓർമ്മകൾ നഷ്ടപ്പെടുന്നതിന് മുമ്പ് നീ നിന്റെ ജീവനേക്കാൾ അധികം സ്നേഹിച്ച പെൺകുട്ടിയുടേതാണിത്. നിന്റെ കുഞ്ഞാണിത്. സിദ്ധാർത്ഥ് വിറയ്ക്കുന്ന കൈകളോടെ ആ ഫോട്ടോകൾ വാങ്ങി നോക്കി.
ഫോട്ടോയിൽ അഞ്ജനയെ ചേർത്ത് പിടിച്ച് ചിരിച്ചു നിൽക്കുന്ന തൻ്റെ സ്വന്തം മുഖം അവൻ കണ്ടു. അതിൻ്റെ പുറകിൽ തൻ്റെ കൈപ്പടയിലെഴുതിയ സിദ്ധാർത്ഥ് എന്ന പേരും അവൻ കണ്ടു. ആ ഫോട്ടോകളിലേക്ക് നോക്കി നിൽക്കെ സിദ്ധാർത്ഥിൻ്റെ തലയ്ക്കുള്ളിൽ കഠിനമായ വേദന അനുഭവപ്പെട്ടു. ഓർമ്മകളുടെ അടഞ്ഞുപോയ അണക്കെട്ട് പൊട്ടുകയാണെന്ന് അവന് തോന്നി. പെട്ടെന്ന് ആ പാർക്ക്, തണൽമരം, അഞ്ജനയുടെ കണ്ണീർ, അവൾക്ക് നൽകിയ വാക്കുകൾ എല്ലാം ഒരു മിന്നൽ പോലെ അവൻ്റെ മനസ്സിലേക്ക് ഇരിച്ചു കയറി. 3 വർഷത്തെ ഇരുളടഞ്ഞ ശൂന്യത മാറി അവൻ്റെ ഓർമ്മകൾ പൂർണ്ണമായും തിരികെ വന്നു. അഞ്ജന, എൻ്റെ അഞ്ജന! സിദ്ധാർത്ഥ് ഉറക്കെ വിളിച്ചുകൊണ്ട് അവളെ നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിച്ചു. അവൻ്റെ കണ്ണുകളിൽ നിന്ന് പശ്ചാത്താപത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കണ്ണീരൊഴുകി. അവൻ താഴെയിരുന്ന് തൻ്റെ കുഞ്ഞു നന്നൂറ്റിയ കൈകളിൽ വാരിയെടുത്തു. എന്നും അച്ഛന് മാപ്പ് തരില്ലേ മോളെ? അച്ഛൻ അറിഞ്ഞുകൊണ്ടല്ല. അവൻ കുഞ്ഞിൻ്റെ മുഖത്ത് ഉമ്മകൾ കൊണ്ട് മൂടി. ആ ദൃശ്യം കണ്ടു നിന്ന വധു ശാലിനിയുടെയും കുടുംബത്തിൻ്റെയും കണ്ണുകൾ നിറഞ്ഞു. മറ്റൊരു പെൺകുട്ടിയുടെയും കുഞ്ഞിൻ്റെയും കണ്ണീരിനുമേൽ തനിക്കൊരു ജീവിതം വേണ്ടെന്ന് ശാലിനി ഉറപ്പിച്ചു. ആ വിവാഹം അവിടെ വെച്ച് റദ്ദാക്കപ്പെട്ടു. സ്വന്തം മകളെ സ്നേഹിക്കാൻ പിശുക്ക് കാട്ടുകയും അവളെ ഗർഭിണിയായപ്പോൾ നാണക്കേടോർത്ത് മൃഗത്തെപ്പോലെ തടവറയിൽ തള്ളുകയും ചെയ്ത മാധവ മേനോനും ലതയും പത്രങ്ങളിലൂടെ ഈ വാർത്തയറിഞ്ഞ് തല താഴ്ത്തി. തങ്ങളെ തള്ളിപ്പറഞ്ഞ മകൾക്ക് ഇന്ന് കോടീശ്വരനായ ഒരു ഭർത്താവും വലിയൊരു കുടുംബവും തണലായുണ്ടെന്ന സത്യം അവരെ ലജ്ജിപ്പിച്ചു. മാതാപിതാക്കളുടെ ക്രൂരമായ അവഗണനകളിൽ നിന്നും വിധിയുടെ ചതികളിൽ നിന്നും രക്ഷപ്പെട്ട അഞ്ജനയ്ക്ക് ഒടുവിൽ സിദ്ധാർത്ഥിൻ്റെ നെഞ്ചിലെ ആത്മാർത്ഥമായ സ്നേഹത്തിൻ്റെ വലിയ സാമ്രാജ്യം തിരികെ കെട്ടി. അസ്തമിച്ചു എന്ന് കരുതി അവരുടെ ജീവിതത്തിലെ മഴവില്ല് കൂടുതൽ മനോഹരമായി വീണ്ടും ഉദിച്ചുയർന്നു. സിദ്ധാർത്ഥിൻ്റെയും കുഞ്ഞിൻ്റെയും കൈകൾ കോർത്തുപിടിച്ച് അഞ്ജന പുതിയൊരു ജീവിതത്തിലേക്ക് സന്തോഷത്തോടെ ചുവടച്ചു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഇതുപോലെ വീണ്ടും ഒരു പുതിയ കഥയുമായി ഞങ്ങൾ ഉടനെ വരുന്നതാണ്. ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.